അപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു ഫിഗറിൽ ഈ കാണുന്ന ഷെയ്ഡ് പോർഷൻ ആണ് ചോദിക്കുന്നത്. ഇതിന്റെ ഓരോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് 3 സൈഡും എന്ത് തന്നെയാണ്, 6 തന്നെയാണ്. അത് കൂടാതെ നമുക്ക് ഇതാണ് ഇതിന്റെ സെന്റർ പോയിന്റ്. സോ ഇവിടുത്തെ റേഡിയസും തന്നിട്ടുണ്ട്. റേഡിയസ് 1 ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, √3/4 a² ആണ്. പക്ഷേ നമുക്കിവിടെ ആ ട്രയാങ്കിൾ മൊത്തം വരുന്നില്ല. ആ ട്രയാങ്കിളുടെ എത്രയേ വരുന്നുള്ളൂ? പകുതിയേ വരുന്നുള്ളൂ. ഈവൻ പകുതിയും വരുന്നില്ല എന്നിട്ട് താഴെ നിന്ന് പിന്നെയും കുറച്ച് പോർഷൻ ആ സർക്കിൾ കാരണം പോകുന്നുണ്ട്. നമുക്ക് അത് മാറ്റാം. പക്ഷെ ആദ്യമേ നമുക്ക് ഈ ട്രയാങ്കിൾ മൊത്തം വേണ്ട. ട്രയാങ്കിളിന്റെ എത്ര മതി? പകുതി മതി. സോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളുടെ ഏരിയയുടെ പകുതി എടുത്താൽ മതി. ഇനി നമുക്ക് അപ്പോൾ എന്ത് കിട്ടും? ഈ ട്രയാങ്കിളുടെ ആ ഒരു ഏരിയയുടെ പകുതി നമുക്ക് കിട്ടും. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? ആ സർക്കിൾ അവിടെ നിന്ന് മൈനസ് ചെയ്യണം. പക്ഷേ സർക്കിൾ മൊത്തം അല്ല, നമുക്കിവിടെ കാണാൻ പറ്റും. എന്ത് മാത്രം മൈനസ് ചെയ്താൽ മതി? ഈ സർക്കിളിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ക്വാഡ്രന്റ് എന്ന് പറയും. ആ ക്വാഡ്രന്റ് മൈനസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ആ ഒരു സെക്ടർ, ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ്. സെക്ടറിന്റെ ഫോർമുല എന്ന് പറയുന്നത് θ/360 × πr² ആണ് നമ്മുടെ ഒരു സെക്ടറുടെ ഫോർമുല എന്ന് പറയുന്നത്, സെക്ടറുടെ ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? θ എന്ന് പറയുന്നത് 90 ആയിരിക്കും. സോ നമുക്ക് ഇതെല്ലാം കൂടി അതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ √3/4 ആൻഡ് ഇവിടുത്തെ a എന്ന് പറയുന്നത് 6 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 6 × 6² എന്നൊരു ആംഗിൾ ആൻഡ് ഇൻറ്റു 1/2 മൈനസ് θ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 ആണ്. സോ 90/360 ഇൻറ്റു പൈയുടെ വാല്യൂ നമുക്ക് 22/7 ഇൻറ്റു റേഡിയസ് 1 ആയതുകൊണ്ട് തന്നെ 1² എന്നൊരു ആംഗിൾ എടുക്കാം. സോ ഇനി ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. സോ ഇവിടുന്ന് 2 ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ 3 എന്നും ഇവിടെ 3 എന്നും വരും. സോ നമുക്കിവിടെ 3 × 3 9 എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്കൊരു 1/2 ഉണ്ട്. 9√3 എന്ന് വരും. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെയും നമുക്കൊരു 1/4 വരും. ആൻഡ് ആ 4ഉം 22 കൂടി ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 11 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 1/2 ഉണ്ട്. ഇവിടെയും നമുക്ക് താഴെ എന്തുണ്ട്? ഒരു 1/2 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ 4ഉം 22ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11ഉം ഇവിടെ 2 എന്നും വരും. സോ അങ്ങനെയാണെങ്കിൽ ആ 1/2 നമുക്ക് ഇനി പുറത്തെടുക്കാം. ബിക്കോസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാത്തിലും 1/2 പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്തുണ്ട്? നമുക്ക് ഇവിടെ 3 × 3 9 ഇൻറ്റു √3 9√3 വരുന്നുണ്ട്. ദെൻ മൈനസ് നമുക്ക് ഇവിടെ ഇനി ബാക്കിയുള്ളത് എന്താ? ഈ ഒരു 11ഉം താഴെ ഒരു 2ഉം. സോ 11/2. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/2 9√3 മൈനസ് 11/2 യൂണിറ്റ് സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പം 11/2 അല്ല 11/7 എന്നുള്ള 2 ഓൾറെഡി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. 11/7. സോ ഓപ്ഷനിൽ എല്ലാം 11/7 ആണ്. ഇവിടെ വരുമ്പോഴത്തേന് എല്ലാം 9√3 ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ചസ് എവിടെ വരുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ നമുക്ക് ഇവിടെ 9√3 മൈനസ് 11/7 യൂണിറ്റ്. നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്.